Friends, welcome to Commerce Bytes. I hope you people are all doing well. So, എൻ്റെ എല്ലാ സ്റ്റുഡൻസും കേരള സെറ്റിൻ്റെ പ്രിപ്പറേഷൻസ് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, സോ മൂവിങ് ടു our motivation quote, life will only change when you become more committed to your dreams than you are to your കംഫർട്ട് സോൺ. അതായത് നമ്മൾക്ക് എല്ലാവർക്കും ഓരോ കംഫർട്ട് സോൺ ഉണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളുടെ പാരൻസ് നമ്മൾ നോക്കുന്നു എന്നുള്ളൊരു കംഫർട്ട് സോൺ നമുക്കുണ്ട്. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് എന്നാണോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത്, ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, അതിനോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രീം ഗോൾ ഉണ്ട്. അതായത് കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രീം ഗോൾ. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും. അതായത് ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ ഒരു ടൈം കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, നമ്മളുടെ പാരൻസ് നമ്മളെ നോക്കിക്കോളും എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ മറന്നിട്ട് ദ ലാസ്റ്റ് ചാൻസ്, ഐ വോണ്ട് ടു ക്രാക്ക് ഇറ്റ് ഇൻ എനി വേ എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുത്തേണ്ടത്. പിന്നെ എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഇനി നിങ്ങളുടെ കൺമുന്നിൽ വെറും 30 days എന്നുള്ളൂ എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. ഐ നോ you people will be having feed with your mind that you have 56 days അല്ലെങ്കിൽ 55 days ഉണ്ട് എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവണേ. പക്ഷേ എൻ്റെ സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മൈൻഡിൽ പറഞ്ഞു പഠിപ്പിക്കൂ, ഇനി എനിക്ക് 30 days ഉള്ളൂ, സോ ഐ വോണ്ട് ടു വർക്ക് ഹാർഡർ ആൻഡ് ഹാർഡർ. എന്നിരുന്നാൽ പോലും നമുക്ക് കേരള സെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 30 days ആ ഒരു മാരത്തണിലേക്കാണ് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക, കം ഔട്ട് ഫ്രം യുവർ കംഫർട്ട് സോൺ, എന്നിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അച്ചീവ് യുവർ ഗോൾ. കേരള സെറ്റിൻ്റെ ആ ഒരു എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യൂ. ഓക്കെ, and today we are going to discuss some important topics which was taken from one of our students' topic. So this series is a student favorite series topic. Okay, so first topic നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡിയലിസത്തിനെ പറ്റിയാണ്. ഓക്കെ, ആൻഡ് ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഐഡിയലിസം, റിയലിസം, നാച്ചുറലിസം ആൻഡ് ഹ്യൂമാനിസം. ഈ 4 ടേംസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇൻ ഡീറ്റെയിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഈ 4 ടേംസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഏരിയാസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഏരിയാസാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കുറച്ചധികം ടിപ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ, ഇത് ആ ഒരു ടേം ആണ് അല്ലെങ്കിൽ ഐഡിയലിസത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് ടിപ്സും ട്രിക്സും എല്ലാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ബിഗിൻ. The first one we are going to discuss is idealism. As I said before, ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ്. പ്ലേറ്റോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ഐഡിയലിസത്തിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ്. ഈ ഐഡിയലിസം എന്ന് പറയുന്ന ടേം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഫോക്കസ് ഓൺ our reality is shaped by our thoughts and ideas. നമ്മളുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മളുടെ ഐഡിയാസ് വെച്ചിട്ടാണ് റിയാലിറ്റി ഷേപ്പ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഐഡിയലിസത്തിൽ പറയുന്നത്. ഓക്കെ, പെർസ്യൂയിങ് സം പെർഫെക്റ്റ് വിഷൻ, അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ആവാൻ പാടുള്ളൂ എന്നുള്ള നമ്മളുടെ കുറച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള വിഷനാണ് ഐഡിയലിസം എന്നുദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. സോ ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കീവേഡ് എന്ന് പറയുന്നത് ഐഡിയലിസം. ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ഐഡിയലിസം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഐഡിയാസ് ഉണ്ട് അല്ലേ. സോ ഐഡിയാസും തോട്ട്സും വരുന്ന പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. അതായത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഗോ ടു ദെയർ എൻഡ് ഓഫ് ദ പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന്. ആ ക്വസ്റ്റ്യൻ്റെ അറ്റ് ദ എൻഡ് പോർഷൻ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കീവേഡ് കാണാൻ കിട്ടും. സോ നമ്മൾക്ക് ഓപ്ഷനിൽ ഇപ്പോൾ ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം, ഹ്യൂമാനിസം ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗോ സെർച്ച് ഫോർ യുവർ കീവേഡ്. കീവേഡിൽ എവിടെയെങ്കിലും ഐഡിയാസും തോട്ട്സും അങ്ങനെയുള്ള കുറച്ച് ടേംസും കുറച്ച് വേർഡ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം. ഈവൺ ഇൻ കേസ് നമ്മളുടെ ഐഡിയാസ്, തോട്ട്സ് എന്നുള്ള ടേംസ് അല്ലെങ്കിൽ വേർഡ്സ് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ അത് ഐഡിയലിസം എന്ന് പറയുന്ന ആ ഒരു ടേം ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ ഗോ വിത്ത് ദ ഓപ്ഷൻ ഐഡിയലിസം. നിങ്ങൾക്ക് മനസ്സിലായി ആ ട്രിക്ക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഈ ഒരു ടേമിൽ ഐഡിയലിസം എന്ന് പറയുന്ന ടേമിൽ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൾട്ടിമേറ്റ് നേച്ചർ ഓഫ് റിയാലിറ്റി ഇസ് ഐഡിയൽ ബേസ്ഡ് ഓൺ ഐഡിയാസ്, വാല്യൂസ്. ഐഡിയാസും വാല്യൂസൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള നേച്ചർ റിയാലിറ്റീനെ അവർ പറയുന്നത്. ഓക്കെ, റിയൽ വേൾഡ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഫ്രം കോൺഷ്യസ്നസ്
പെർസെപ്ഷൻ ആൻഡ് മൈൻഡ് എന്നാണ് അവരുടെ ആ ഒരു ഐഡിയലിസ്റ്റ് ചിന്താഗതിക്കാർ പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് വാട്ട് ഡു യു മീൻ ബൈ ഐഡിയലിസം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ആകെ ഞാൻ പറഞ്ഞ ആ 2 കീവേഡ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ ദ മാർക്സ് ഫ്രം ദിസ് സെഷൻ. ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ എന്നല്ല, ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം, ഹ്യൂമാനിസം, ഈ 4 ടേമിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും സുഖമായി നിങ്ങൾക്ക് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു സെഷൻ പറയണമല്ലോ എന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക് ഓരോ പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ആൻഡ് പിന്നെ ഐഡിയലിസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് എംഫസൈസ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. അതായത് വിച്ച് ടേം emphasize on the principle of self-discipline എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ എന്തായിരിക്കും? ഐഡിയലിസം. സോ എംഫസൈസ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ. ഈ പോയിൻ്റ്, ഞാൻ പറയുന്ന ഈ പോയിൻറ്റുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഞാൻ ചിലപ്പോൾ ഈ പറയുന്ന പോയിൻ്റ് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ ലെക്ചർ നോട്ട്. ബിക്കോസ് ഈ പറയുന്ന പോയിൻറ്റ്സ്, ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പോയിൻറ്റ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേക്കുന്ന പോയിൻറ്റ്സ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്ര റിപ്പീറ്റ് ചെയ്ത് ഇത്ര കാര്യമായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഇനി പറയാൻ പോകുന്ന 2 സെൻറ്റൻസ് അത് ഞാൻ സ്ക്രീനിൽ നോട്ട് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇനി പറയാൻ പോകുന്ന 2 സെൻറ്റൻസ് നിങ്ങളും നിങ്ങളുടെ ലെക്ചർ നോട്ടിൽ എഴുതി വെച്ചോളൂ. ആഫ്റ്റർ ലെക്ചർ നോട്ട് റൈറ്റിംഗ് ഐ വിൽ ബി ടെല്ലിങ്. ഓക്കെ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. എഡ്യൂക്കേഷൻ മീൻസ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫ്യൂച്ചറിലേക്കുള്ള പ്രിപ്പറേഷനാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ ഒരു പോയിൻറ്റും ഐഡിയലിസത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് വാല്യൂസ് ആർ ഇൻഹെറിറ്റ് ഇൻ എവ്രി ഹ്യൂമൻ ബീങ്സ്. വാല്യൂസ് എല്ലാ മനുഷ്യന്മാരിലും, എല്ലാ ഹ്യൂമൻ ബീങ്സിലും ഇൻഹെറിറ്റഡ് ആണ് എന്നുള്ളത്. സോ ഈ 2 പോയിൻറ്റും, അതുപോലെ തന്നെ ട്രൂത്ത് എസ് ഹോൾ ഓർ അബ്സല്യൂട്ട്, ഈ ഒരു പോയിൻറ്റും, പിന്നെ ഞാനിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ എംഫസൈസ് പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, ഈ പോയിൻ്റ് ബൈ പോയിൻറ്റ്സ് ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത 4 പോയിൻറ്റ്സും അതോടൊപ്പം തന്നെ നമ്മളുടെ കീവേഡ്സും, ഇത് ഇത്രയും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയലിസം സുഖമായി നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ആ ഒരു ഏരിയയിൽ നിന്ന്. സോ ഏതൊക്കെ പോയിൻറ്റ്സാണ് പറഞ്ഞത്? തോട്ട്സ് ആൻഡ് ഐഡിയാസ് പറഞ്ഞു, ആൻഡ് എംഫസൈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ്റെ കാര്യം പറഞ്ഞു. ട്രൂത്ത് ഇസ് ഹോൾ ഓർ ആബ്സല്യൂട്ട്, ട്രൂത്ത് ഹോൾ ആയിരിക്കും ഓർ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു. എഡ്യൂക്കേഷൻ്റെ അർത്ഥം ഇവിടെ പറയുന്നത് ഇറ്റ് മീൻസ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫ്യൂച്ചർ. ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് നമ്മൾ പറഞ്ഞത് വാല്യൂസ് ആർ ഇൻഹെറിറ്റഡ് ഇൻ എവ്രി ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിൻ്റെ എല്ലാവരുടെയും ഉള്ളിൽ വാല്യൂസ് ഉണ്ട് എന്നുള്ളതാണ് ഐഡിയലിസത്തിൽ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയലിസത്തിനെ പറ്റി ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് 2-3 പോയിൻറ്റും കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്തോട്ടെ. ഫസ്റ്റ് ഫിലോസഫർ, ആള് ഐഡിയലിസ്റ്റ് എന്ന് വിളിച്ച ഒരു ഫിലോസഫർ എന്ന് പറയുന്നത് കാന്റ് ആണ്. കാന്റ്, KANT, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റ് എന്താണ്? ഫൗണ്ടർ ഓഫ് ഐഡിയലിസം എന്ന് പറയുന്നത് പ്ലേറ്റോ ആണ്. ഓക്കെ, ഇതുകൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഐ ഹോപ്പ് ഐഡിയലിസം പോർഷൻ ഇസ് ഓൾ ക്ലിയർ ടു യു. നെക്സ്റ്റ് പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിയലിസത്തിനെ പറ്റിയാണ്. റിയലിസം ഇത് വളരെ ഒരു ഷോർട്ട് പോയിൻ്റാണ്, ഷോർട്ട് ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഷടപടയുന്ന കാര്യം മനസ്സിലാവും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് റിയലിസത്തിൻ്റെ ഫാദറിനെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഫാദർ ഓഫ് റിയലിസം ടീച്ചിങ് എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. നമ്മളുടെ ഐഡിയലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ആരാന്ന് പറഞ്ഞേ? പ്ലേറ്റോ. ഇവിടെ റിയലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ. പേരുകൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോരുത്. ഓക്കെ, ആൻഡ് ഇൻ ഐഡിയലിസം ഇറ്റ് ടെൻഡ് ടുവേർഡ്സ് മോർ പ്രാഗ്മാറ്റിക് ആൻഡ് ആൻ ആക്ച്വൽ വ്യൂ ഓഫ് സിറ്റുവേഷൻ. അതായത് പ്രാഗ്മാറ്റിക്കിൻ്റെ ഒരു ടോപ്പിക്ക് ഞാൻ ഓൾറെഡി കവർ ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവും. ഓക്കെ, ഇതുപോലെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഞാൻ പ്രാഗ്മാറ്റിസത്തിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റുകൾ മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഇങ്ങനെ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. essay വൈസ് കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട വരില്ല. കേരള സെറ്റിൻ്റെ എക്സാമിനേഴ്സിൻ്റെ മെയിനായിട്ടുള്ള ഫേവറേറ്റ് കുറച്ച് പോയിൻറ്റ്സുകളുണ്ട്. അത് എല്ലാം കൂടെ ഒരു ക്ലിപ്പ് ചെയ്തിട്ടാണ് ഞാനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ഞാനതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലാണ് ആ ഒരു ടോപ്പിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. അത് ഏതിലാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഒരു 2019-ലോ 2018-ലോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സെഷനിലാണ് ഞാൻ ഈ ഒരു പോയിൻ്റ് ഡിസ്കസ്
ചെയ്തിരിക്കുന്നത്. സോ ഡു വാച്ച് ദാറ്റ് വീഡിയോ ബിക്കോസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പ്രാഗ്മാറ്റിസം. സോ മൂവിങ് ടു അവർ സെഷൻ, റിയലിസത്തിൽ പറയുന്നത് റിയലിസം ഏകദേശം ഒരു പ്രാഗ്മാറ്റിക് പോലെയാണ്. പ്രാഗ്മാറ്റിക്കിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ വ്യൂ ഓഫ് സിറ്റുവേഷൻ, അതായത് ഇപ്പോഴത്തെ നമ്മളുടെ ആ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെയാണോ അതിനെയാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഏകദേശം അത് തന്നെയാണ് റിയലിസം എന്ന് പറയുന്നത്. നമ്മൾ ആ റിയാലിറ്റീനെ ഉൾക്കൊണ്ട് അതിനെ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം എന്നുള്ളതാണ് റിയലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? സോ ഇറ്റ് ഡീൽസ് വിത്ത് റിയാലിറ്റി, ഹാസ് എൻ ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ തോട്ട്സ് ആൻഡ് ഐഡിയാസ്. അതായത് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ആബ്സല്യൂട്ടായിട്ട് നടക്കുന്ന റിയൽ സിറ്റുവേഷൻസിനെയാണ്. അല്ലാതെ നമ്മൾ ഐഡിയലിസത്തിൽ പറഞ്ഞ പോലെ തോട്ട്സും ഐഡിയാസിനെ ഫോക്കസ് ചെയ്തിട്ടല്ല. ഓക്കെ, ആൻഡ് ഇൻ മൈ ഒപ്പീനിയൻ റിയലിസം ഇസ് ദ ബെസ്റ്റ് ബിക്കോസ് നമ്മൾ ആ ഒരു ആക്ച്വൽ വേൾഡിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതും. അല്ലാതെ ഐഡിയലിസം വി കാൺട്ട് ആക്സെപ്റ്റ്. ഐഡിയലിസം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ ഐഡിയാസും അതുപോലെ തന്നെ നമ്മളുടെ ഓരോ തോട്ട്സാണ്. അത് ആക്ച്വലായിട്ട് വരണമെന്നില്ല, അല്ലേ? നമുക്ക് IAS എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അത് നടക്കൂ? നോ. ചിലപ്പോൾ നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ നമ്മളുടെ പ്രൊഫഷൻ ടീച്ചറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നടക്കുള്ളൂ. സോ ദാറ്റ് ഈസ് റിയലിസം. ഇത്ര സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ എനിക്ക് ഇതിൽ കൂടുതൽ പറഞ്ഞു തരാൻ പറ്റില്ല. സോ അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. ഐഡിയലിസത്തിൽ നമ്മൾ പറഞ്ഞു ഐഡിയാസും തോട്ട്സും അങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. റിയലിസത്തിൽ എങ്ങനെയാണ്? നമ്മളുടെ ആ ഒരു ആക്ച്വൽ സിറ്റുവേഷനെയാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, സോ പറഞ്ഞ പോലെ റിയലിസം ഇറ്റ് ഡീൽസ് വിത്ത് ദ റിയാലിറ്റി, ഹാസ് ആൻ ആബ്സല്യൂട്ട് എക്സിസ്റ്റൻസ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ദ തോട്ട്സ് ആൻഡ് ഐഡിയാസ്. ഇറ്റ് ഹോൾഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്ട്സ് എസ് റിയൽ. ഇപ്പം നമ്മൾ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് കാണുന്നുണ്ടെങ്കിൽ അത് റിയലാണ് എന്ന് നമ്മൾക്ക് അറിയാം. അതാണ് റിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് റിയലിസം അതുപോലെ തന്നെ ഐഡിയലിസം ഒന്ന് കമ്പയർ ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ജസ്റ്റ് ഒരു 1-2 സെൻറ്റൻസിൽ ഞാൻ പറഞ്ഞു ഒതുക്കാം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ റിയലിസ്റ്റ് പ്ലേസ് ഇറ്റ് സേഫ്. അതായത് റിയലിസം തന്നെയാണ് ബെസ്റ്റ്. ഓക്കെ, ഫോർ ദം സക്സസ് കംസ് റെഗുലർലി ബട്ട് ഇൻ സ്മോൾ ഡോസ്. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് അവർക്ക് സക്സസ് ഉണ്ടാവും, പക്ഷേ കുഞ്ഞിതായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ ഐഡിയലിസത്തിൻ്റെ കാര്യത്തിലോ അവർക്ക് വളരെയധികം വലിയ തോട്ട്സും മൈൻഡ്സും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവരുടെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ചധികം റിസ്കിയർ ഫാക്ടറാണ്. ഓഫ് കോഴ്സ് ചിലപ്പോൾ അവർക്ക് സക്സസ് ഉണ്ടാവാം, പക്ഷേ എന്നാലും ഇൻഫ്രീക്വൻ്റ് ആയിരിക്കും. റെഗുലറായിട്ട് അവർക്കൊരു സക്സസ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവരുടെ തോട്ട്സും ഐഡിയാസ് എല്ലാം വളരെ ബിഗ്ഗാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഐഡിയലിസവും അതുപോലെ തന്നെ റിയലിസവും തമ്മിലുള്ളൊരു ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൗ ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് സെഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാച്ചുറലിസത്തിനെ പറ്റിയാണ്. കുറച്ച് നാച്ചുറലിസം തിങ്കേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ജോൺ ഡ്യൂയി, ഏർനെസ്റ്റ്, സിഡ്നി ഹൂക്ക്, റോയ് വുഡ്, ഇതൊക്കെയാണ് കുറച്ച് നാച്ചുറലിസം തിങ്കേഴ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിലോസഫിയിൽ പറയുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫിലോസഫി ദാറ്റ് ഹൈലൈറ്റ്സ് ഗവേണൻസ് ഓഫ് വേൾഡ് ത്രൂ നാച്ചുറൽ ഫോഴ്സസ്. കുറച്ച് നാച്ചുറൽ ഫോഴ്സസിനെ വെച്ച് നമ്മളുടെ വേൾഡ് ഗവേൺ ചെയ്യുന്നു എന്നാണ് ഈ ഒരു നാച്ചുറലിസം എന്ന് പറയുന്ന ഫിലോസഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This naturalism study the natural laws and apply process of education. ഇത് നാച്ചുറൽ ലോസിനെ പറ്റിയുള്ള സ്റ്റഡിയും അതുപോലെ തന്നെ ആൻഡ് അപ്ലൈ ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് എംഫസൈസ് ഓൺ ദ ചൈൽഡ് സെൻറ്റേർഡ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസസ്. Material world as the only real world. Only reality material world is being governed by system of natural laws and man. Who is the creation of material world. അതായത് ഇവിടെ ഇവർ പറയുന്നതിൽ നിങ്ങൾക്കുള്ള ഒരു കീവേഡ് എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ ഒരു ടേമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ ഒരു ഫിലോസഫിയുടെ ആ ഒരു സെൻറ്റൻസിൽ നോക്കിക്കോളൂ. അവിടെ ബൈ നാച്ചുറൽ ലോസ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ്റെ പെർട്ടിക്കുലർ സെഷനിൽ ചിലപ്പോൾ ഇൻ ദ ബിഗിനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ദ എൻഡ്, അല്ലെങ്കിൽ ഇൻ ദ മിഡിൽ, എവിടെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ കീവേഡ് എന്തായാലും മസ്റ്റായിട്ടുണ്ടാവും.
ഇറ്റ് സ്റ്റഡി ദ നാച്ചുറൽ ലോസ് അല്ലെങ്കിൽ നാച്ചുറൽ ഫോഴ്സസ് കൊണ്ടാണ് അവർ ആ ഒരു ഫിലോസഫി നടത്തുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കീവേഡ് ഈ ഒരു നാച്ചുറലിസം എന്ന് പറയുന്ന ആ ഒരു ടേമിലുണ്ടാവും. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ ഉള്ള സിറ്റുവേഷനാണ്. ഇവിടെ പറയുന്നത് റിയൽ വേൾഡ് തന്നെയാണ്, റിയാലിറ്റി തന്നെയാണ് എന്നൊക്കെ അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഗവേൺ ബൈ ദ സിസ്റ്റം ഓഫ് നാച്ചുറൽ ലോസ് ആൻഡ് മാൻ. നാച്ചുറൽ ലോസ് വഴിയാണ് ഇത് ഗവേൺ ചെയ്യുന്നത് എന്നാണ് നാച്ചുറലിസത്തിൽ പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് വാട്ട് ദ ടേം ഇസ് നാച്ചുറലിസം. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ടേം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് ദിസ് വീഡിയോ, അതായത് ഹ്യൂമാനിസം. ഹ്യൂമാനിസത്തിൽ എപ്പോഴും എംഫസൈസ് ചെയ്യുന്നത് ഫ്രീഡം, അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ്, വാല്യൂസ്, കമ്പാഷൻ, ടോളറൻസ്, റിജക്റ്റ്, അതോറിറ്റേറിയൻ ബിലീഫ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കാണ് ഹ്യൂമാനിസത്തിന് ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് സപ്പോർട്ട് ടു ദി സ്റ്റുഡൻറ്റ്. ഈ ഒരു പോയിൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചേക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം. ഓക്കെ, സെൽഫ് ഹെൽപ്പ് സപ്പോർട്ട് ടു സ്റ്റുഡൻറ്റ്സ് എന്ന ഉള്ള ഒരു പോയിൻ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ മറ്റുള്ള ഒരു ആളെ ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് മനുഷ്യത്വം കാണിക്കുക, കുറച്ച് ഹ്യൂമാനിസം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ ഗാർഡനിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് പ്ലാന്റ് ചെയ്യുന്നു, അത് ഒരു ഹ്യൂമാനിസത്തിൻ്റെ ഭാഗമായിട്ട് വരും. അതൊരു എക്സാമ്പിളാണ് ഹ്യൂമാനിസത്തിൻ്റെ. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. സോ ഹ്യൂമാനിസം എന്ന് പറയുന്ന ഒരു ടേമിൽ കൂടുതൽ സ്ട്രെസ് ഔട്ട് ചെയ്യുന്ന ടേംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ വാല്യൂസും അതുപോലെ തന്നെ ഡിഗ്നിറ്റിയാണ്. പീപ്പിൾ ക്യാൻ റിസോൾവ് പ്രോബ്ലംസ് ത്രൂ സയൻസ് ആൻഡ് റീസൺ, അതായത് സയൻസ് വെച്ചും അതുപോലെ തന്നെ റീസണിങ് വെച്ചും ഹ്യൂമൻസിന് തന്നെ വരുന്ന പ്രോബ്ലംസ് അവർക്ക് ഫേസ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഹ്യൂമാനിസം എന്ന് പറയുന്ന ഫിലോസഫിയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഐഡിയലിസത്തിൽ പറ്റി പറഞ്ഞു. ഐഡിയലിസം ഐഡിയാസിനെയും അതുപോലെ തന്നെ തോട്ട്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. റിയലിസം റിയൽ വേൾഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആൻഡ് നാച്ചുറലിസം നാച്ചുറൽ ലോസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഹ്യൂമാനിസം എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ഹ്യൂമൻസിനെ, അതും ഹ്യൂമൻസിൻ്റെ വാല്യൂസിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, ടേം ഹ്യൂമാനിസം emphasize potential and agency of human beings individually and socially. Individually അതുപോലെ തന്നെ സോഷ്യലിയും അവർ ഫോക്കസ് കൊടുക്കും. It refers to the perspective that affirms some notions of human freedom and progress. ഹ്യൂമൻസിൻ്റെ ഫ്രീഡം അതുപോലെ തന്നെ അവരുടെ പ്രോഗ്രസ്സിനാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഹ്യൂമനിസ്റ്റ് ബിലീവ് ദാറ്റ് ഹ്യൂമൻ എക്സ്പീരിയൻസസ് ആൻഡ് റാഷണൽ തിങ്കിങ് പ്രൊവൈഡ് ദ ഓൺലി സോഴ്സ് ഓഫ് ബോത്ത് നോളജ് ആൻഡ് ദ മോറൽ വൈഡ് ടു ലീവ് ബൈ. സോ ഹ്യൂമനിസ്റ്റ് എന്തിനാണ് ബിലീവ് ചെയ്യുന്നത്? ഹ്യൂമൻ എക്സ്പീരിയൻസിനെയും അതുപോലെ തന്നെ റാഷണൽ തിങ്കിങ്ങിനെയാണ്. സോ ഇപ്പം ഞാൻ പറയുന്ന പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഐ തിങ്ക് ഞാൻ സ്ക്രീനിൽ ഇത് നോട്ട് ഡൗൺ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നത്. ഓക്കെ, എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് എല്ലാവർക്കും സെറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള മോട്ടീവ്. അതുകൊണ്ടാണ് ഞാൻ ഓരോ മൈന്യൂട്ട് പോയിൻറ്റും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ്, അതുപോലെ തന്നെ എംഫസൈസ് ഇൻഡിവിജ്വലി ആൻഡ് സോഷ്യലി, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഹ്യൂമൻ എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ റാഷണൽ തിങ്കിങ് ആൻഡ് ഇറ്റ് സ്ട്രെസ് ദ ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ഓരോ പോയിൻറ്റ്സാണ് ഈ ഒരു ഹ്യൂമാനിസത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ട കീവേഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻ ഹ്യൂമാനിസം ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹ്യൂമൻസിനെ റിലേറ്റ് ചെയ്ത കീവേഡ്സാണ് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ സെർച്ച് ചെയ്യേണ്ടത്. With this note, we are concluding our video. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.